മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ ചുരിദാർ ധരിക്കുന്നത് നിയമവിരുദ്ധമോ? ചുരിദാർ ധരിച്ചെത്തി സ്കൂളിലെത്തിയ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ സെക്യൂരിറ്റി. നെടുവത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. വിദ്യാലയത്തിലെ സെക്യൂരിറ്റി അധ്യാപികയെ ഗേറ്റിനരികിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാന അധ്യാപിക സ്കൂൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചുരിദാർ ധരിച്ചു കൊണ്ടുവരുന്ന അധ്യാപികമാരെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുതെന്നാണ് മാനേജർ പറഞ്ഞതെന്ന് ആണ് സെക്യൂരിറ്റിയുടെ ഭാഷ്യം. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് മാനേജർ ഇപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പും തന്നോട് ഇങ്ങനെ മാനേജർ പെരുമാറിയിരുന്നു എന്നാണ് അധ്യാപികയുടെ വാദം. സ്കൂളിൽ അങ്ങനെ അധ്യാപകർക്ക് ഇന്നേ വസ്ത്രം മാത്രം ധരിച്ചു വരാൻ പാടുള്ളൂ എന്ന നിയമമൊന്നുമില്ലെന്നാണ് പ്രധാന അധ്യാപിക സിന്ധു ടീച്ചർ പറയുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് ചുരിദാർ ധരിച്ച് സ്കൂളിൽ വരാൻ പാടില്ലെന്ന് തന്നോട് മാനേജർ പറയുന്നതെന്ന് അധ്യാപിക പറഞ്ഞു. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക സിന്ധുവിനെയാണ് ഇങ്ങനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. അധ്യാപികമാർക്ക് ചുരിദാർ ധരിച്ച് വരാമെന്ന് സർക്കാർ തന്നെ അനുവാദം കൊടുത്തിരിക്കെയാണ് അധ്യാപികയോട് മാനേജർ ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. തന്നോട് മാത്രം മാനേജർ വൈരാഗ്യ ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്ന് അധ്യാപിക പറഞ്ഞു. സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിതരണം ചെയ്യാനുള്ള കോഴിമുട്ടകളുമായാണ് ടീച്ചർ സ്കൂളിലെത്തിയത്. എന്നാൽ ഗേറ്റ് കീപ്പർ സ്കൂളിൽ ഗേറ്റിനരികിൽ തടഞ്ഞു വെച്ചത് കാരണം അവർ ഗേറ്റിനരികിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മറ്റു പല ടീച്ചർമാരും ചുരിദാർ ധരിച്ച് സ്കൂൾ വരാറുണ്ടെന്നും തന്നോട് മാത്രമാണ് മാനേജർ ഈ തരത്തിലുള്ള വിവേചനം കാണിക്കുന്നതെന്നുമാണ് അധ്യാപിക പറയുന്നത്. താൻ പറയുന്നതാണ് തൻ്റെ സ്കൂളിലെ നിയമം എന്ന തരത്തിലാണ് മാനേജറുടെ നിലപാടെന്നും അധ്യാപിക കൂട്ടിച്ചേർത്തു. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.